ഇത്തരത്തിലുള്ള അപകടങ്ങളും പരീക്ഷണങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഈ അടുത്ത കാലങ്ങളിലായി കേരളക്കരയിലെ പല ഭാഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും വലിയ പാഠം ഉൾക്കൊള്ളാനുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതിലേറ്റവും വലിയൊരു സത്യവും ചരിത്രവും ഈ ദുനിയാവ് ഇങ്ങനെയാണ്. എല്ലാ രസങ്ങളും മാത്രമുള്ളൊരു ലോകമല്ല ദുനിയാവ്. ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും യാതൊരുവിധ പരീക്ഷണങ്ങളും ഇല്ലാത്ത ഒരു ലോകം, അത് റബ്ബിന്റെ സ്വർഗം മാത്രമാണ്. ഉയർച്ചകളും താഴ്ചകളും പരീക്ഷണങ്ങളും സന്തോഷങ്ങളും ഇതെല്ലാം സംവിധാനിക്കപ്പെട്ടതാണ് അല്ലാഹു തആല ഈ ദുനിയാവിനെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും ഈ ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. നമ്മൾ എന്തൊക്കെയോ സ്വപ്നം കാണും, എത്രയൊക്കെയോ വാരിപ്പിടിക്കും, ആരുമറിയാതെ ബാങ്കുകളിലായിട്ടും അല്ലാതെയും പറമ്പുകളൊക്കെ വാങ്ങിക്കൂട്ടി സ്വത്തുക്കളാക്കി വെക്കും. പക്ഷെ ആ വിഭവങ്ങളൊന്നും മനുഷ്യന് ഉപകാരപ്പെടാത്ത നിലക്ക് ഒരു രാത്രി കൊണ്ട് കുത്തിയൊലിപ്പിച്ച് കളയാനും ഒരു രാത്രി കൊണ്ട് തൊട്ടപ്പുറത്തുള്ള കടല് 5 കിലോമീറ്ററുകളോളം ഉൾപ്രദേശത്തേക്ക് കയറ്റിവിടാനും കഴിവുള്ളവനാണ് റബ്ബ്. അങ്ങനെയാണ് റബ്ബ് ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ ഖുർആനും റസൂലും കൊടുത്തത് ദാറുൽ ബലാ എന്നാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ഭവനം. ഈ ലോകത്താണ് നമ്മൾ ജനിക്കുന്നത്. ഈ പരീക്ഷണങ്ങളുടെ ലോകത്ത് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ സങ്കടപ്പെടുന്നത്. ഇതെല്ലാം നിറഞ്ഞ ലോകമാണ് ദുനിയാവ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും ദാറുൽ ബലാ, നിങ്ങൾ പരീക്ഷണങ്ങളുടെ ഭവനത്തിലേക്കാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും മരണത്തോടുകൂടി ഈ ലോകത്ത് നിന്നും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും. ഒരു പക്ഷേ വലിയൊരു ദുഃഖത്തിലേക്കാവാം മടക്കം, അല്ലെങ്കിൽ വലിയൊരു സന്തോഷത്തിലേക്കാവാം മടക്കം. ഇതൊക്കെ കേൾക്കുമ്പം പലരും ചോദിക്കാറുണ്ട്, എല്ലാം തികഞ്ഞതാണ് ദുനിയാവെങ്കിൽ ചില ആളുകൾക്ക് മാത്രമല്ലേ പരീക്ഷണങ്ങളുള്ളൂ? ആ പരീക്ഷണങ്ങളൊന്നും എല്ലാവർക്കും ഇല്ലല്ലോ. അവന്റെ കച്ചവടം ലാഭമാ, എന്റെ കച്ചവടം മോശമാ. അവരൊക്കെ ആരോഗ്യവാന്മാരാ, എനിക്ക് സൂക്കേടുകളാ. എന്റേത് മാറുമ്പോഴേക്കും ഭാര്യക്ക്, ഭാര്യക്ക് മാറുമ്പോഴേക്കും മക്കൾക്ക്. അതല്ലെങ്കിൽ രോഗമായി കൊണ്ട് ക്ഷീണിക്കുന്നവരാ ഞങ്ങളിൽ പലരും. ചിലർക്ക് സാമ്പത്തിക രംഗത്ത്, മറ്റു ചിലർക്ക് മക്കളുടെ രൂപത്തിൽ, ചിലർക്ക് വീടില്ലാതെ, ആരോഗ്യം നശിച്ച്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചിലർക്കല്ലേയുള്ളൂ. എന്തിനാ റബ്ബ് ദുനിയാവിൽ ചിലർക്ക് മാത്രം അത് കൊടുക്കുന്നത്? ആ ഒരു ചോദ്യത്തെ വിശുദ്ധ ഖുർആൻ ആ കാഴ്ചപ്പാടിനെ ചികിത്സിച്ചുകൊണ്ട് അതേ ചോദ്യം ചോദിച്ച തന്റെ സഹാബത്തിനോട് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഖാല, അല്ലാഹു തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും എന്തൊക്കെ അനുഭവിച്ചവരാകട്ടെ അനുഭവിക്കാത്തവരാവട്ടെ, എത്രയേറെ സമ്പാദിച്ചവരാകട്ടെ എത്രയേറെ താഴ്ചയിലേക്ക് പോയവരാകട്ടെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരുപാടുണ്ടാക്കിയവര് എന്നും ശാശ്വതമാകുമെന്നോ, ഒന്നുമില്ലാത്തവര് നേരത്തെ പോകുമെന്നോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ജനിച്ചിട്ടുണ്ടോ, ദാഇഖത്തുൽ മൗത്ത്, മരണം അവരെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. തൊട്ടടുത്ത വാക്കിലൂടെ റബ്ബ് പറയുന്നു, വലനബ്ലുവക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കൽപ്പനയുടെ വാക്കാണ് റബ്ബ് പ്രയോഗിച്ചത്. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നന്നായി എന്ന് കരുതി അള്ളാഹുവിന്റെ ദീനിൽ തൃപ്തിപ്പെട്ട് ദീനിന്റെ നടുക്കഷണങ്ങളായി ജീവിച്ചാൽ പരീക്ഷണങ്ങൾ ഇല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ പ്രവാചകന്മാര് പരീക്ഷിക്കപ്പെട്ടത്? എന്തിനാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ച റബ്ബിനു വേണ്ടി യുദ്ധം ചെയ്തവര് ഷഹീദായത്? അതുകൊണ്ട് തന്നെ വലനബ്ലുവക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശ്ശർരി, തിന്മ കൊണ്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ട്, നിങ്ങൾക്കുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. തൊട്ടടുത്ത വാക്കിൽ റബ്ബ് പറയുന്നു, വൽ ഖൈരി ഫിത്നതൻ, ഖൈറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഉരുൾപൊട്ടലും പ്രളയവും മാത്രമല്ല പരീക്ഷണം.
ഇതൊന്നും ബാധിക്കാതെ മനസ്സമാധാനത്തോടുകൂടി സ്വന്തം വീട്ടിൽ ജീവിക്കലും പരീക്ഷണം തന്നെയാ. പട്ടിണി കിടക്കല് മാത്രമല്ല പരീക്ഷണം, വയറ് നിറച്ച് ഭക്ഷണം കിട്ടലും റബ്ബിന്റെ ഒരു പരീക്ഷണം തന്നെയാ. ആരോഗ്യമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കലല്ല പരീക്ഷണം. ആരോഗ്യത്തോടുകൂടി ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കാൻ പറ്റലും റബ്ബിന്റെ പരീക്ഷണമാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, വ ഇലൈനാ തുർജഊൻ, നിങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനുള്ളവരാണ്. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കും. മരണത്തിന്റെ മുൻപ് ഇതിലും എല്ലാവരും അനുഭവിക്കേണ്ടിയും വരും. മരണം എന്ന് നമ്മളെ തേടിയെത്തുന്നോ, ഖൈറാവട്ടെ ഷർറാവട്ടെ നമ്മൾ അനുഭവിക്കുമെന്ന് അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ ഷർറിനെ കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും, എത്രയൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചാലും, നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിലും, വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും. അതോടൊപ്പം വൽ ജൂഇ, പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി, ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ, നമ്മളെ കൈകളിൽ ഏറ്റവും കൂടുതൽ പണമുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്ന ഒരു വലിയങ്ങാടി നമ്മളെ സൈഡിലുണ്ട്. ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ടും ഇതൊക്കെ പാത്രത്തിലാക്കി വെച്ച ഒരു ജനതയെ ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്കും ഒരരിയെടുക്കാനില്ലാത്ത നിലക്ക് പടച്ച റബ്ബ് തുടച്ചു നീക്കി പരീക്ഷണങ്ങളാണോ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണോ എന്ന് ചിന്തിപ്പിക്കുന്ന നിലക്ക് ഈ ലോകത്ത് നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബ് പറയുന്നു, വജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി, ഒരുമിച്ച് റബ്ബ് ഇത് കൊണ്ടുപോകാൻ കഴിവുള്ളവനാ. ആ നഷ്ടപ്പെട്ടവർക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമ്പത്ത് പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം, കുടുംബവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി, ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പറമ്പുകളും 5ഉം 10ഉം സെന്റുകളും, വസ്സമറാത്തി, അവരുടെ വാഴത്തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും അടക്കം, വസ്സമറാത്തി, സർവ്വതും നിങ്ങളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ ലോകത്തൊരാൾക്കും അത് നിയന്ത്രിക്കാനോ തടയാനോ പ്രതിരോധിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് നമ്മൾ ആ പരീക്ഷണങ്ങളൊക്കെ കാണുന്നതും. അള്ളാഹു ഖൈറ് കൊടുത്തു, അള്ളാഹു ഷർറ് കൊടുത്തു. ഖൈറിനെ പറ്റി ചിന്തിക്കുമ്പോ ആളുകൾക്ക് അതൊരു പരീക്ഷണമാണെന്ന് തോന്നുന്നില്ല. അതാണ് റബ്ബ് വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, ഖൈറ് കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെയൊക്കെ? ആരോഗ്യം തന്നിട്ട്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള യുവാക്കളെ, ആരോഗ്യമുള്ള കുടുംബങ്ങളെ, അള്ളാന്റെ പരീക്ഷണമാണത്. ആ പരീക്ഷണം റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു. ശബാബിക ഖബ്ല ഹറമിക, നിന്റെ കയ്യെ ഇണക്കാൻ പറ്റാത്ത, നിന്റെ തലയിലെ മുടികൾ നരയ്ക്കുന്ന, നിന്റെ കാലുകൾക്ക് നടക്കാനാവാത്ത ഒരു സമയത്തേക്ക് നീ എത്തുന്നതിന്റെ മുൻപ് നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം. ആ ആരോഗ്യം കളിച്ചും മതിച്ചും കണ്ടു തീർക്കുന്ന ഏതെങ്കിലും മീഡിയകൾക്ക് മുൻപിലാണ് നീ നശിപ്പിച്ചതെങ്കിൽ, ഇന്ന് നീ അനുഭവിക്കുന്ന നിന്റെ ആരോഗ്യം, നീ ഏത് ജിമ്മിൽ പോയി ഉരുട്ടിയാലും പരത്തിയാലും നിനക്ക് കിട്ടുന്ന ആരോഗ്യം, അത് റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ്. മക്കൾ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. മക്കളില്ലാത്തവരെ നോക്കി ആയില്ലല്ലേ, കാണിച്ചിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, മക്കളെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാ പറയുമ്പോ, അതേ മക്കള് കാരണം അള്ളാന്റെ മുൻപിൽ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ മക്കളെ ഓർത്ത് നെഞ്ചുപൊട്ടി പടച്ച റബ്ബിനോട് പരാതി പറയേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, മക്കളും നമ്മൾക്കൊരു പരീക്ഷണമാണ്. മാതാപിതാക്കൾ നമ്മൾക്കൊരു പരീക്ഷണമാണ്, അല്ലേ? തന്റെ പിഞ്ചു പൈതലുകളെ ഈ ലോകത്തൊറ്റക്കാക്കി മണ്ണിന്റെ അടിയിലേക്ക് പോയ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇന്ന് പലരും ഞങ്ങൾ ആ മക്കളെ അഡോപ്റ്റ് ചെയ്തോളാം, ഏറ്റെടുത്തോളാം എന്ന വാക്ക് നമ്മളൊക്കെ ആവേശത്തോടെ പത്രത്തിൽ വായിക്കുമ്പോഴും, സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിൽ 7 മണിക്കും എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ ആ മക്കൾക്കുള്ള പരീക്ഷണാവാപ്പയമ്മേ, ആ മക്കൾക്കുള്ള ഏറ്റവും വലിയ ശത്രുക്കളാവാപ്പയമ്മേ. മാതാപിതാക്കളാവാൻ എളുപ്പമാണെങ്കിലും അള്ളാന്റെ മുൻപിലെ പരീക്ഷണമാവാതിരിക്കാൻ അല്പം ത്യാഗവും കഷ്ടപ്പാടും
ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്ത് പ്രശ്നമില്ലാത്ത അവസ്ഥ. ഇന്ന് ചിലർ പറയാറില്ലേ, എല്ലാം കൊണ്ടും അള്ളാന്റെ ഒരു നിഅമത്ത് കിട്ടിയിട്ടുണ്ട്, വലിയ കടവുമില്ല, അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീടുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ മോശമോ ഒരാളെ മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയോ വന്നിട്ടില്ല. അള്ളാന്റെ പരീക്ഷണ ഇത്. പലർക്കും റബ്ബ് കൊടുക്കാത്തതാ. അങ്ങനെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദിയും ആ സമ്പത്തുകളെ പറ്റിയും അതുകൊണ്ട് ഉപയോഗത്തെ പറ്റിയും മക്കൾക്ക് തിന്നാൻ കൊടുത്തതിനെ പറ്റിയും അള്ളാഹു ചോദിക്കും. കടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോ കടമില്ലാത്ത അവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നല്ല കുടുംബം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പടച്ചോൻ ദുനിയാവിൽ ഖൈറ് കൊണ്ട് പരീക്ഷിക്കുകയാ. ഭക്ഷണം പോലും പടച്ച റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാ. ഖൈറ് കൊണ്ട് പടച്ചോൻ പരീക്ഷിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട്, ഇക്കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ഉരുൾപൊട്ടൽ കൊണ്ടൊരു നാടൊന്നാകെ സങ്കടപ്പെടുമ്പോ രാത്രി 8:15 മണിക്ക് നല്ല ഭക്ഷണം കഴിച്ച് വാപ്പയമ്മയും മക്കളും കോഴിക്കാലും അല്ലെങ്കിൽ കുറുമയും കഴിച്ചിരിക്കുമ്പോ ഒറ്റക്കിരുന്നൊന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ. അള്ളാന്റെ അനുഗ്രഹല്ലേ, പടച്ചോൻ പലർക്കും കൊടുക്കാത്തതല്ലേ. അൽഹംദുലില്ലാ എനിക്ക് തിന്നാൻ കിട്ടി എന്നുള്ള അൽഹംദുലില്ലയോടൊപ്പം ഈ ഭക്ഷണം പടച്ചോന്റെ വലിയൊരു നിഅമത്തായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ഭക്ഷണം തന്ന റബ്ബിനോട് അതിന്റെ ശുക്ർ കാണിക്കാൻ വേണ്ടി അത് കിട്ടാതെ കരയുന്നവരവരെ കരയുമ്പോ ആ ശുക്ർ കാണിക്കാൻ ഇശാ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹി കൈനേറ്റ് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അള്ള തന്ന ഭക്ഷണം എന്ന നിഅമത്തിനോട് ഒരു ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ റബ്ബിന്റെ നിഅമത്തുകൾ തന്നെയാ. പക്ഷേ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. അത് മാത്രം ഷർറ് കൊണ്ട് മാത്രമല്ല അള്ളാന്റെ പരീക്ഷണം. ചൂരൽ മലയിലേക്ക് നോക്കിയും വയനാട്ടിലേക്ക് നോക്കിയും പ്രളയം ബാധിച്ച സ്ഥലം നോക്കിയും വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ എന്ന് പറയുന്നതിന്റെ മുൻപ് സ്വന്തം വീടും കുടുംബവും നോക്കിയിട്ട് പറയണം, ഇതും പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥല. അള്ള തന്നൊരു സ്ഥലം പടച്ചോൻ അവർക്ക് കൊടുത്തത് ഷഹീദിന്റെ കൂലിയാണെങ്കിൽ ആ ദുരിതം വരുത്താതെ പടച്ചോൻ എല്ലാം തന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാണോ എന്നെയും കുടുംബത്തെയും എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രളയങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസികൾക്ക് ഗുണമായി മാറുന്നത്. ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അയൽപക്കത്തെ കുടുംബങ്ങളിൽ 9 മാസം ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ ചെന്നു. പ്രസവിച്ചു, കുഞ്ഞ് ജീവനോടെ, ഉമ്മ മരണപ്പെട്ടുപോയി. അവസാനം ആ കുടുംബത്തെ നോക്കിയും ആ കുടുംബത്തിന് തിരിച്ചു വരുമ്പോ കാറിലിരിക്കുന്ന പലരും കണ്ണീരോടെ പറയും, റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം, റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം. എങ്കിൽ അതേ മനസ്സ് തന്നെ ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവത്തോടുകൂടി മക്കളെ കിട്ടി ഉമ്മയും മക്കളും സുന്ദരമായി ജീവിക്കുമ്പോ ആശുപത്രിന്റെ ബില്ല് കൊടുത്ത് കാറിൽ കുടുംബത്തെയും ഭാര്യനെയും കയറ്റി ആ മകളെ മടിയിൽ വെച്ച് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പറയാറുണ്ടോ അള്ളാന്റെ പരീക്ഷണം, റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം? പരീക്ഷണ. അവർക്കല്ല മക്കളെ കൊണ്ട് അമ്മാനെ മരിപ്പിച്ചതും നമ്മളെ ഭാര്യനെ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മാനെ അല്ല മരിപ്പിക്കാത്തതും പരീക്ഷണ. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും ഒരു പ്രശ്നവും അല്ല തന്നിട്ടില്ലേ. ചില മരണങ്ങളും ചില ജീവിതങ്ങളും ചിലർക്ക് പരീക്ഷണം തന്നെയായിരിക്കും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, തീർച്ചയായും ജനനവും മരണവും ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. ചില മരണം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ, ചില ജനനം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാൻ വേണ്ടി. അള്ളാഹു ഖൈറ് മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല, അള്ളാഹ് ഷർറുകൾ മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല. അനുഗ്രഹങ്ങൾ ഖൈറായാലും ഷർറായാലും അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ അള്ളാഹു തആല ഓരോന്നിനെ പറ്റിയും നാഥന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. ആ ഖൈറ് ലഭിക്കുമ്പോ ഖൈറ് തന്ന റബ്ബ് അതിന്റെ പിന്നിൽ നമ്മളെ നന്ദിയും നന്ദികേടും കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണല്ലോ ഒരു വീടുണ്ടാക്കുമ്പോ, ഒരു വാഹനം കിട്ടുമ്പോ ആളുകൾ അതിൽ എഴുതി വെക്കുന്നത് കാണാം, ഹാദാ മിൻ ഫളിലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളില് കൊണ്ട് കിട്ടിയതാ. വാഹനത്തിലും കാണാം, ഹാദാ മിൻ ഫളിലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളില് കൊണ്ട് കിട്ടിയതാ. ആ ആയത്ത് അവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ ബാക്കി പലരും മനഃപൂർവ്വം മറക്കുന്നവരാ. ആ ആയത്തിനെ പറ്റി വിശദീകരിച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ സിംഹാസനം അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരാക്കി. ആ സിംഹാസനത്തിന്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹം റബ്ബിനോട് പറയുന്ന ഒരു വാക്കാണത്, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു. അദ്ദേഹത്തിന്റെ സിംഹാസനം, ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുൻപിലേക്ക് അവരെത്തിച്ചു കൊടുത്തപ്പോ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ സിംഹാസനം തന്റെ മുൻപിലെത്തിയപ്പം കാല സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫളിലി റബ്ബി,
ഇതെന്റെ റബ്ബിന്റെ ഫളില്, അനുഗ്രഹത്തിൽപ്പെട്ടതാ. ഇതെന്റെ റബ്ബ് എനിക്ക് തന്നൊരു അനുഗ്രഹമാ. ഞാൻ കൽപ്പിക്കുമ്പോഴേക്കും എന്റെ മുൻപിൽ അത് എത്തിക്കാൻ അള്ള ഉടമപ്പെടുത്തി തന്ന സൃഷ്ടികൾ, ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും എന്റെ മുൻപിൽ അത് എത്തിച്ചു തന്ന അള്ള ഉടമപ്പെടുത്തി തന്ന സൃഷ്ടികൾ എനിക്കെന്റെ റബ്ബ് തന്ന ഫളില. തൊട്ടടുത്ത വാക്കിലൂടെ തന്നെ സുലൈമാൻ നബി പറഞ്ഞു, ലിയബ്ലുവനി, അങ്ങനെ ഒരു അനുഗ്രഹം റബ്ബ് എനിക്ക് തന്നത് എന്തിനാണെന്നറിയോ? ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ. അഷ്കുറു അം അക്ഫറു, ഞാനൊരു നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ. അതും കൂടി എഴുതി വെക്കണം. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അതും കൂടി എഴുതി വെക്കണം. അള്ളാന്റെ നിയമത്ത് കിട്ടി, എല്ലാ പണിയും വേഗം കഴിഞ്ഞു, വീട്ടുകൂടലും കഴിഞ്ഞു, സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ പുതച്ചുറങ്ങാണെങ്കിൽ അം അക്ഫറു, ആ നന്ദി കെട്ടവനാണെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അള്ള വാഹനം തന്നു, വളരെ ഭംഗിയായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു. പക്ഷേ ആ വാഹനം കൊണ്ട് അവനവന്റെ സൗകര്യവും അവനവന്റെ സന്തോഷവും മാത്രം നോക്കുമ്പോ ഔ അക്ഫുറു, നന്ദി കെട്ടവനായിട്ട് റബ്ബ് അത് ഒരുക്കി തന്നു. അള്ളാഹുവിന്റെ നിഅമത്തുകൾ, ശുക്റുകള് അള്ളാഹുവിനോട് കാണിക്കുന്നതോടൊപ്പം നമ്മൾ നന്ദിയുള്ളവരാണോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെയാ ഏത് കാര്യം റബ്ബ് തന്നാലും നിമിഷ നേരം കൊണ്ട് അത് ഷർറാക്കാനും അള്ളാഹുവിന് പറ്റും, അത് ഷർറാക്കാനും റബ്ബിന് പറ്റും. എത്ര നയിച്ച് 18-20 ലക്ഷം ഉണ്ടാക്കി വെച്ചു, ഒരു മനുഷ്യന് ₹1 കൊടുത്തില്ല. ആ 20 ലക്ഷം ബാങ്കിലുള്ളതിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നടന്നാലും നാളെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ബ്ലഡ് കണ്ടാൽ മതി, 20ന്റെ കൂടെ 20ഉം കൂടി നാട്ടുകാർ പിരിച്ചിട്ട് ആ 20നെ നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് സെക്കൻഡുകൾ മതി. അതുകൊണ്ടല്ലേ ചരിത്രം പറയുന്നത്, ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടൻ സൊമാലിയയിലെ പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോ മരിച്ചെക്കാൻ കാത്തു നിൽക്കുന്ന ഒരിറ്റു വെള്ളത്തിനും ഭക്ഷണത്തിനു വേണ്ടി എഞ്ഞു നീങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. എല്ലും തോലുമായ പെൺകുട്ടിയെ ഫോട്ടോ എടുക്കാൻ കാത്തിരിക്കുമ്പോ ആ പെൺകുട്ടിയുടെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകനും പിൻഭാഗത്ത് വന്നിരുന്നു. ആ കഴുകന്റെ ആവശ്യം പെൺകുട്ടിയുടെ ശരീരമാ. ആ പെൺകുട്ടിയുടെ ആവശ്യം എന്തെങ്കിലും ഒന്ന് ജീവൻ നിലനിർത്താനാ. ആ മരിക്കാൻ കാത്തു നിൽക്കുന്ന പെൺകുട്ടിയെ കഴുകൻ നോക്കി നിൽക്കുമ്പോ അത് തന്റെ ക്യാമറയിൽ പകർത്തിയ കെവിൻ കാർട്ടൻ എന്ന ഫോട്ടോഗ്രാഫർക്ക് ആ ഫോട്ടോയുടെ പേരിൽ ലോക പ്രശസ്തി കിട്ടി. രാജ്യങ്ങൾ ഫ്രീ പാസുകൾ അനുവദിച്ചു. ലോകത്തുള്ള സർവ്വ രാജ്യങ്ങളിലും അദ്ദേഹം ആശീർവദിക്കപ്പെട്ടു. ലോകം ചർച്ച ചെയ്ത ആ ഫോട്ടോയുടെ കൂടെ അദ്ദേഹത്തിന് പണവും സമ്പത്തും അധികാരവും കുന്നുകൂടിയപ്പോ 3 കൊല്ലങ്ങൾക്കപ്പുറം ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുമായി സംവദിക്കുമ്പോ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, കെവിൻ കാർട്ടൻ, ആ ചിത്രത്തിൽ കണ്ടത് ഒരു കഴുകൻ മാത്രമാ, ഒരു കഴുകനും കൂടി അവിടെ ഉണ്ടായിരുന്നല്ലോ. അത്ഭുതത്തോടെ കണ്ണുമീച്ചു നിന്ന കെവിൻ കാർട്ടനോട് ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു, ആ കുട്ടി മരിക്കാൻ കാത്തു നിൽക്കുന്ന നിങ്ങളും ഒരു കഴുകനായിരുന്നു കെവിൻ കാർട്ടൻ. താങ്കൾക്ക് പറ്റുമായിരുന്നെങ്കിൽ കയ്യിലുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരൽപ്പ കഷണം കൊണ്ടെങ്കിലും ആ പിഞ്ചു പൈതലിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോക്ക് വേണ്ടി കാത്തിരുന്ന താങ്കളും കഴുകനും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് ചോദിച്ചപ്പോ 3 കൊല്ലം ലോകത്തിന്റെ മുൻപിൽ ആദരിക്കപ്പെട്ട മനുഷ്യൻ 3 മാസങ്ങൾക്കുള്ളിൽ വിഷാദ രോഗത്തിന്റെ മുൻപിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ ഖൈറിഹി വശരിഹി, ഖൈറും ഷെറും പടച്ചോൻ തരുന്നതാ. അതൊരുപാട് മുതലുണ്ടായാൽ കിട്ടൂല, വലിയ തറവാടുണ്ടെങ്കിലും കിട്ടൂല. മറിച്ച് അത് അള്ളാഹു നൽകുന്നതാണെങ്കിൽ പടച്ച റബ്ബ് പലതുകൊണ്ടും പരീക്ഷിക്കും. ഖൈറ് കൊണ്ടും പരീക്ഷിക്കും, ഷെറ് കൊണ്ടും പരീക്ഷിക്കും. ആ ഷെറിനെ മാത്രം നമ്മൾ നോക്കിക്കാണുമ്പോ അതിനേക്കാളും വലിയ ഒരുപാട് ഖൈറെന്ന പരീക്ഷണം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഖൈറ് അള്ളാഹുവിന്റെ തിരിച്ചു മാർഗത്തിൽ അവന് പുണ്യം ചെയ്തും നന്ദി കാണിച്ചും മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് ഏത് പ്രകൃതിയും ഏത് ക്ഷോഭങ്ങളും നമുക്ക് മാതൃകയായി മാറുന്നത്. ആ തിരിച്ചറിവ് മാത്രമാകണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും. ദൈവം പരീക്ഷിച്ചു, ദൈവം ശിക്ഷിച്ചു, അല്ലെങ്കിൽ അള്ളാന്റെ ഒരു ശിക്ഷ ഇറങ്ങി എന്നൊന്നും ഒരു കാര്യത്തെയും വിശദീകരിക്കേണ്ടതില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹു എന്തുദ്ദേശിച്ചോ അത് നമ്മൾ ഉദ്ദേശിക്കാൻ വകുപ്പില്ല. ഇനി അങ്ങോട്ട് കാണിച്ചു തന്ന അടയാളങ്ങളെ കൊണ്ട് വലനുദീകന്നക്കും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, വലിയൊരു പൊട്ടിപ്പൊളിയൽ വരുന്നതിന്റെ മുൻപ് നമുക്ക് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കാനാവട്ടെ. ഓരോ പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊട്ടലുകളും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ഇന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ